ഹലോ ഗൈസ്, വെൽക്കം ടു അനി ഡ്രീംസ് ചാനൽ. ഇപ്പം നമ്മൾ ഉച്ചയ്ക്ക് ബീൻസാണ് കറി വയ്ക്കാൻ പോണത്. ഉണക്ക ബീൻസ് ഉണ്ടായിരുന്നു, അത് ഞാൻ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാണ് ഗൈസ്. അപ്പോൾ ഇത് നമുക്ക് കുക്കറിൽ വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഒരു മുരിങ്ങയ്ക്ക് 2 വഴുതന ഇട്ടാണ് ഞാൻ കറി വയ്ക്കാൻ പോണത്. അപ്പോൾ അതെങ്ങനെ വയ്ക്കാൻ നോക്കാം. അതിന് മുന്നേ വാഴത്തണ്ട് ഇന്നലെ കൊണ്ടുവന്നായിരുന്നു വൈകുന്നേരം. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ നമുക്ക് തോരൻ വയ്ക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിൻ്റെ നാരൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ നാര് പോയി കിട്ടണമെങ്കിൽ നമുക്ക് ഒരു കമ്പോ അല്ലെങ്കിൽ ഒരു കമ്പിയോ എന്തെങ്കിലും ഒരു കത്തിയിട്ടിട്ട് നമ്മൾ അരിഞ്ഞ ശേഷം വെള്ളത്തിലിട്ട് ഒന്ന് കറക്കിയാൽ മതി. അപ്പോൾ അതിൽ പിടിച്ച് കിട്ടും അതിൻ്റെ നാരൊക്കെ. അപ്പോൾ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് തോരൻ വയ്ക്കാം. അങ്ങനെ ബീൻസ് വെച്ചത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഒരു മുരിങ്ങ എടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ മരത്തിൽ നിന്ന് പറിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അതും വെച്ച് കൊടുത്തിട്ടുണ്ട് അടുപ്പത്ത്. അതിൻ്റെ മുന്നേ ഞാൻ തക്കാളി, സബോള ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വാഴ തണ്ടും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് തോരൻ വയ്ക്കാൻ നോക്കാം. അടുപ്പത്ത് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായത് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത ശേഷം 1 ടീസ്പൂൺ ഉഴുന്നാണ് ഇട്ട് കൊടുക്കണേ. ഇതിന് നല്ല ടേസ്റ്റാണ് ഉഴുന്ന് ഇട്ട് കൊടുക്കുമ്പോൾ. പിന്നെ നമുക്ക് ഉണക്കമുളക് 2 കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ തോരൻ വെച്ചിട്ട് പിന്നെ അപ്പുറത്ത് മുരിങ്ങയും ബീൻസ് ഇട്ട് വെച്ചിരിക്കുകയാണ് ഗൈസ്. കുറച്ച് ഒരു 2-3 മിനിറ്റ് വെന്ത് കിട്ടിയാൽ നമുക്ക് കറി വയ്ക്കാം. അങ്ങനെ പച്ചമുളക് 2, ഉണക്കമുളക് 2 ഇട്ട് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് അതിലേക്ക് ഒരു 12 അല്ലി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഒന്ന് മിക്സാക്കിയ ശേഷം നമുക്കതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരുന്ന സബോള ഇട്ട് കൊടുക്കാം. ഞാൻ പകുതി കറിക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, പകുതി വാഴത്തണ്ട് തോരനും എടുക്കുകയാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചെറുതായി അരിഞ്ഞ് വെച്ചതായിരുന്നു, അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം കറിവേപ്പിലയിൽ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ടെറസിൽ ഒരു ചെടി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് പറിച്ചിട്ട് വന്ന കറിവേപ്പിലയാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുമല്ലോ. കറിവേപ്പില ഇട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഴത്തണ്ട് ചെറുതായി അരിഞ്ഞ് വെച്ചിരുന്നത് നമുക്ക് ഇട്ട് കൊടുക്കാം. വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ ഒരു 2-3 മിനിറ്റ്. നമുക്ക് അതിന് ശേഷം അതിൻ്റെ നാരൊക്കെ കളഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. വാഴത്തണ്ട് എല്ലാവരും കൂട്ടാം, നല്ലതാണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും കൂട്ടാൻ പറ്റും. വാഴത്തണ്ട് കൂട്ടുന്നത് കിഡ്നിയിൽ സ്റ്റോണുള്ളവർക്കും പിന്നെ പൊതുവെ ലേഡീസിന്, ജെൻസിന് എല്ലാവർക്കും, കുട്ടികൾക്ക് എല്ലാവർക്കും കൂട്ടാൻ പറ്റും, നല്ലതാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വാഴത്തണ്ട് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് തോരൻ വെച്ച് കൂട്ടാൻ നോക്കാം, അല്ലെങ്കിൽ ജ്യൂസ് അടിച്ചും കുടിക്കാം കേട്ടോ. ഇത് അപ്പോൾ ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്, ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിൽ വെള്ളം വിട്ടു വരും, പിന്നെ അധികം വേണ്ട, ഒരു 1/2 ഗ്ലാസ് ഒഴിച്ച് കൊടുക്കണുള്ളൂ. പിന്നെ നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്താൽ തേങ്ങ ഇട്ട് കൊടുക്കാം. പകുതി വെന്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ജീരകം ഇട്ട് അരച്ചിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, പക്ഷേ അങ്ങനെ ഇട്ടാൽ ഇവിടെ കഴിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെറും തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒരു മിനിറ്റും കൂടെ മൂടി വെച്ചിട്ട് നമുക്കിത് മാറ്റി വെച്ചിട്ട് നമുക്ക് കറി വയ്ക്കാൻ നോക്കാം. ഒരു 2 മിനിറ്റ് മൂടി വെച്ച് നമുക്ക് മാറ്റി വെച്ചാണ്. അങ്ങനെ വാഴത്തണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട്, മാറ്റി വെച്ചു കേട്ടോ. ഇനി നമുക്ക് കറിക്ക് താളിച്ചെടുക്കാണ്. മസാല താളിക്കാനായിട്ട് ഞാൻ അടുത്ത പാൻ വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ അത് ചൂടായതും അതിലേക്ക് കടുകിട്ട് കൊടുക്കുകയാണ്. കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വലിയ ജീരകം, പട്ടഗ്രാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന സബോളയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ വാഴത്തണ്ട് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് പകുതി ഇട്ട് കൊടുത്തായിരുന്നു, പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാണ്. നമുക്കൊന്ന് മിക്സാക്കിയിട്ട് അതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം.
തക്കാളി, ഒരു തക്കാളി എടുക്കുന്നുള്ളൂ. മസാലക്കറിയാണ്, അപ്പോൾ അതുകൊണ്ട് പുളിയൊന്നും ചേർക്കുന്നില്ല. ഒരു തക്കാളി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇറച്ചിക്കറി വെക്കുന്ന പോലെയാണ് വെക്കുന്നത് ഗൈസ്. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലോണം മിക്സാക്കിയിട്ട് നമ്മൾ മൺപാത്രത്തിൽ മുരിങ്ങയും ബീൻസും വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്ത ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സാക്കിയിട്ട് അതിലേക്ക് ഞാൻ ഒരു 2 വഴുതന എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ്, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഞാൻ തേങ്ങയും വലിയ ജീരകവും ലേസ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കശുവണ്ടി പരിപ്പും ഉണ്ട് കേട്ടോ, അതിൽ ഒരു 3 എണ്ണം ഇട്ട് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അരപ്പെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സാക്കിയിട്ട് ഒരു തിള വന്നതും ഒരു 2 മിനിറ്റ് വേവിച്ചെടുത്ത ശേഷം അതിലേക്ക് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. കറി തിളയ്ക്കും തോറും നല്ല മണമുള്ള കറിയാണ്. മസാലക്കറി, ബീൻസും മുരിങ്ങ വഴുതനയെല്ലാം ഇട്ട ഒരു കറിയാണ് ഗൈസ്. ഇത് നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ലഞ്ചിനുള്ള കറികൾ വാഴത്തണ്ട് തോരനും ബീൻസ് മുരിങ്ങയിട്ട കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമുക്ക് വേറൊരു വീഡിയോ വെച്ച് കാണാം. താങ്ക് യു.